നമസ്കാരം. ഇന്നത്തെ ദേവി സന്ദേശത്തിൽ ദേവി എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ പുതുതായി നൽകുന്ന ആ അനുഗ്രഹം, ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്ന ആ സന്തോഷ വാർത്ത എന്താണ് എന്നും നിങ്ങളുടെ ദുഃഖങ്ങൾ അകലാനായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നും ഈ അധ്യായത്തിലൂടെ അറിയാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യവുമായി മാച്ചായ കാര്യങ്ങൾ മാത്രം ഈ അധ്യായത്തിൽ നിന്നും ഈ സന്ദേശങ്ങളിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കുക. അല്ലാത്തതായ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് എടുക്കേണ്ടതായിട്ടില്ല. ഈ സന്ദേശം അറിയുവാൻ സാധിക്കുന്നത് പോലും ദേവിയുടെ അഥവാ അമ്മയുടെ അനുഗ്രഹത്താലാണ്. അമ്മയുടെ അനുഗ്രഹം നിങ്ങളിൽ നിലകൊള്ളുന്നതിനാലാണ് എന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോ അതിനാൽ ഏവരും പൂർണ്ണമായി തന്നെ കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൊവ്വാഴ്ച നടത്തുന്ന വിശേഷാൽ ദേവി പൂജയുടെ ഭാഗമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യം രേഖപ്പെടുത്തുന്ന 300 പേരെ പൂജയുടെ ഭാഗമാക്കുന്നതാണ്. ഒരു നിമിഷം നിങ്ങൾ അമ്മയെ വന്ദിക്കുക. ഏവരും അമ്മയെ ഒരു നിമിഷം കമന്റ് ബോക്സിൽ അമ്മയുടെ നാമങ്ങൾ രേഖപ്പെടുത്തി വന്ദിക്കുക. നിങ്ങളുടെ മനസ്സിന്റെ വേദനകൾ കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാനോ ആരും ഇല്ലാത്തതായ അവസ്ഥയിലൂടെ നിങ്ങളിൽ ചിലരെങ്കിലും കടന്നു പോകുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളിൽ പലർക്കും അത്തരമൊരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ, അവരുടെ ദുരിതങ്ങളിൽ നിന്നും എന്നും താങ്ങും തണലുമായി നിങ്ങൾ ഉണ്ടായിരുന്നതായ സാഹചര്യമുണ്ട് എന്നും കാണുവാൻ സാധിക്കുന്നു. എല്ലാവരെയും ഒരേപോലെ തന്നെ നിങ്ങൾ കണ്ടിരുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ഒരു ദുഃഖം വന്നപ്പോൾ പലരും ഇല്ലാതായി എന്നതാണ് വാസ്തവം. അത് മനസ്സിലാക്കുവാൻ പലപ്പോഴും നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ള കാര്യം തന്നെയാകുന്നു. പലരും, നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും അത് കണ്ടില്ല എന്ന് നടിച്ച് നിങ്ങളെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു എന്നാണ് ദേവി നൽകുന്നതായ സന്ദേശം. അതായത് അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് താങ്ങാൻ സാധിക്കുന്നതിനേക്കാൾ വലിയ വിഷമമായി മാറുന്നു എന്നുള്ളതാണ്. എത്ര തന്നെ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കാത്ത വിധത്തിലുള്ള ദുഃഖം നിങ്ങളുടെ മനസ്സിൽ നിറയുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. ഇതിനാൽ തന്നെ ചുറ്റുമുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ കൃത്യമായി അല്ലെങ്കിൽ വ്യക്തമായി ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. ഈ കാരണത്താലും മറ്റുള്ളവർ നിങ്ങളുടെ ഒറ്റപ്പെടുത്തലുകളും അഥവാ മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. ഇത്തരം ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളത്. ഇവിടെ അമ്മ മഹാമായ നിങ്ങളോട് പറയുന്നതായ ആ സന്ദേശം അല്ലെങ്കിൽ ദേവി തന്നെ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം ഇപ്രകാരമാണ്. ഈ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എങ്കിലും നിങ്ങൾ ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. അമ്മ തന്നെ, ദേവി തന്നെ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. ഇതിനാലാണ് ഈ സന്ദേശം നിങ്ങൾക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത്, നിങ്ങൾക്ക് കേൾക്കുവാൻ പോലും സാധിക്കുന്നത് എന്നാണ് സന്ദേശം. മറ്റുള്ളവർക്ക് സഹായം ആവശ്യം വന്നപ്പോൾ അത് ചിലപ്പോൾ അവർ നിങ്ങളോട് ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചു. അവർക്കരികിലേക്ക് നിങ്ങൾ ഓടിയെത്തി എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ആ സമയം അവർ നിങ്ങളെ പുകഴ്ത്തി എങ്കിലും പിന്നീട് നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നപ്പോൾ എല്ലായ്പ്പോഴും, അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തി അതേപോലെ തന്നെ കുറ്റപ്പെടുത്തുകയും മനസ്സിന് മുറിവേൽപ്പിക്കുന്നതായ പല വാക്കുകളും പ്രയോഗിച്ചു എന്ന് കാണുന്നു. ഇതിൽ നിങ്ങൾ ദുഃഖിക്കുകയോ വിഷമിച്ചിരിക്കുകയോ ചെയ്യരുത് എന്നാണ് സന്ദേശം. ദേവീ ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കാം. നിങ്ങൾ ചെയ്തതായ നല്ല കർമ്മങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ കർമ്മയുടെ ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു, നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ദേവി നിങ്ങൾക്കൊപ്പമുണ്ട്.
നിങ്ങൾക്ക് തുണയായി കൂടെയുണ്ട് എന്നാണ് ഈ സന്ദേശത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളെ തള്ളി പറഞ്ഞവർ, നിങ്ങളെ മാറ്റി നിർത്തിയവർ നിങ്ങളുടെ വിലയറിഞ്ഞ് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാനായി പോകുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. ദേവി തന്നെ അവരുടെ ജീവിതത്തിലേക്ക് അത്തരത്തിൽ ചില കാര്യങ്ങൾ കൊണ്ടുവരും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ വേദന അമ്മ അറിയുന്നതാകുന്നു. നിങ്ങളെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ എന്ത് ചെയ്താലും അത് പെട്ടെന്ന് ക്ഷമിക്കുന്ന, പൊറുക്കാത്ത ഒരു പ്രകൃതം, ക്ഷമാശീലം ഉള്ളവരാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ആ നല്ല മനസ്സ് ജീവിതത്തിൽ വരുന്നതായ ഏതൊരു പ്രതിസന്ധികളെയും തരണം ചെയ്യും എന്ന സന്ദേശം തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത് എന്നോർക്കുക. അതിന് ആവശ്യമായ ശക്തിയും ഊർജവും ധൈര്യവും എല്ലാം അമ്മ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയേണ്ടതായ സമയം തന്നെയാണ്. നിങ്ങളുടെ കഴിവിനാൽ നിങ്ങൾക്ക് സ്വയം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും എന്നും കാണുന്നു. ആ കഴിവിനാൽ ജീവിതം രക്ഷപ്പെടും. അമ്മ തന്നെ കുറേയധികം അവസരങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ നിങ്ങൾ തയ്യാറായിരിക്കുക. ഈ അവസരം നിങ്ങൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എന്നും കാണുന്നു. നിങ്ങളിൽ പലരും വളരെയധികം ദുഃഖിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. വളരെയധികം വിഷമം തട്ടിയ ഒരു മനസ്സ് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഒരു ദുഃഖം, നിരാശ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളെ വേട്ടയാടുന്നതായി ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ചിലപ്പോൾ ഇത് ശാരീരികമായി വളരെയധികം ക്ഷീണം, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിനാൽ സംഭവിക്കുന്നതാകാം. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്നേഹത്തിന്റെ വ്യക്തിയുടെ ഓർമ്മയിൽ ഇരിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾ. വ്യക്തമായി പറയുകയാണ് എങ്കിൽ നിങ്ങളിൽ ഒരു നഷ്ടബോധം ഉണ്ട് എന്ന് തന്നെയാകുന്നു. പലരും നിങ്ങളുടെ നന്മ നിറഞ്ഞ മനസ്സിനെ ചൂഷണം ചെയ്തു എന്ന തിരിച്ചറിവിനാലാകാം ഇങ്ങനെയൊരു നഷ്ടബോധം നിങ്ങളിലേക്ക് കടന്ന് വന്നിരിക്കുന്നത് എന്നുള്ളതാകുന്നു. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്തു വയ്ക്കുവാൻ കഴിയുന്ന ഒരു കഴിഞ്ഞ കാലം അല്ലെങ്കിൽ നഷ്ടപ്രണയത്തിന്റെ ഓർമ്മകളുണ്ട് എന്ന് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഒരുപാട് സന്തോഷം നിറഞ്ഞ ഓർമ്മകൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ അവയെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ വരും കാലത്തെക്കുറിച്ച് കൂടുതൽ പ്രതീക്ഷകളോടെ നിങ്ങൾ ചിന്തിക്കുക. പ്രപഞ്ചം നിങ്ങളിൽ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് നൽകും എന്ന് തന്നെയാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. കഴിവുകൾ തിരിച്ചറിഞ്ഞ് തന്നെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വളരെ കഴിവുള്ള വ്യക്തികളാണ് എന്നിവിടെ കാണുവാൻ സാധിക്കുന്നു. ആ കഴിവ് നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായ സകല പ്രതിസന്ധികളെയും ദുരിതങ്ങളെയും നിങ്ങൾ അനായാസം പുറത്ത് കടക്കുവാൻ അത് നിങ്ങൾക്ക് സഹായകരമായി തീരും എന്ന് കാണുന്നു. ആവശ്യമില്ലാത്തതായ കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ച് പോകുന്നതായ സാഹചര്യമുണ്ട്. മനസ്സിൽ പല വിധത്തിലുള്ള ആശങ്കകൾ നിങ്ങൾക്ക് കടന്നു വരുന്നു. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങൾക്ക് ധാരണയില്ല. എന്നാൽ പലവിധ ആശങ്കകൾ കടന്നു വരുന്നു. അത് ഒഴിവാക്കുവാൻ തന്നെ നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഇവിടെ കാണുന്നത് നിങ്ങളിൽ ചിലർക്ക്, ചുരുക്കം ചിലർക്ക് മാത്രം നിങ്ങളെ സ്നേഹിക്കുവാനും സപ്പോർട്ട് ചെയ്യുവാനും അല്ലെങ്കിൽ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ പിന്തുണ നൽകുവാനും കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ചില പിന്തുണയ്ക്കാൻ ആളുകൾ നിങ്ങൾക്കുണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നു. അതൊരു പക്ഷേ നിങ്ങളുടെ മിത്രങ്ങളാകാം, അല്ലെങ്കിൽ ബന്ധുക്കളാകാം. അത്തരത്തിൽ ചില വ്യക്തികൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്ന വ്യക്തികളുമാകാം. അതിനാൽ ഒറ്റപ്പെടാതെ കൂടെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നതായി അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ അവർ നിങ്ങൾക്ക് പിന്തുണ നൽകുന്നു, സ്നേഹം നൽകുന്നു എന്നുള്ളതാകുന്നു. കൂടാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നതായ ഉപദേശങ്ങൾ അവർ സ്വീകരിക്കുകയും അത് അവരുടെ ജീവിതത്തിൽ വളരെയധികം പരിവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രാവർത്തികമാക്കുകയും അത് അവരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ഇതിലൂടെ അവർ നിങ്ങളെ അംഗീകരിക്കുന്നു എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്നു. സന്തോഷ നിമിഷങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു എന്ന് ദേവി തന്നെ നിങ്ങളോട് പരാമർശിക്കുന്നതാകുന്നു. അതായത് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വക വന്നു ചേരുന്നു എന്നുള്ളതാകുന്നു.
അകറ്റി നിർത്തിയവർ പോലും നിങ്ങളെ അംഗീകരിക്കുന്നതായ അല്ലെങ്കിൽ കൂടെ നിർത്തുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിങ്ങളിൽ ചിലർ കഠിനമായി പരിശ്രമിച്ചിട്ടും ശരിയായ ദിശയിൽ പ്രവർത്തിക്കാനോ അതിന് അർഹമായ ഫലം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നതായി കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. നിങ്ങൾക്ക് ദേവി നൽകുന്ന സന്ദേശം ഇപ്രകാരമാണ്: നിങ്ങൾക്ക് അർഹമായ ഫലം ഉടനെ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. അതിനാൽ ശരിയായ സമയം ആഗതമായിരിക്കുന്നു എന്നുള്ളതാകുന്നു. വീണ്ടും പരിശ്രമിച്ചുകൊണ്ട് ഇരിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിതത്തിൽ അത് സന്തോഷം നിറയുന്നതിന് സഹായകരമായി തീരും. ഇവിടെ ഒരു കാത്തിരിപ്പിന്റെ എനർജിയും കാണുവാൻ സാധിക്കുന്നുണ്ട്. ദീർഘനാളായി വിദേശത്ത് പോകുവാൻ കാത്തിരിക്കുന്നതായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കാത്തിരിപ്പ് ഇവിടെ സൂചിപ്പിക്കുന്നതാകുന്നു. ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ, വിസ പോലുള്ള കാര്യങ്ങൾ കാത്തിരിക്കുന്നതാകാം. അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ സമയമായി എന്ന് ദേവി തന്നെ സൂചന നൽകുന്നതുമാണ്. നിങ്ങൾക്കുണ്ടായതായ സാമ്പത്തിക നഷ്ടങ്ങൾ പരിഹരിക്കുവാൻ അമ്മ അവസരങ്ങൾ നൽകുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. ചിലപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിർത്തി പോകേണ്ടതായ അവസ്ഥ, അതായത് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതാകാം. അല്ലെങ്കിൽ ഇപ്പോൾ ജോലി നിർത്തി പോകേണ്ടതായ അവസ്ഥ, അത് കടത്താൽ പോലും സംഭവിക്കാവുന്നതാണ്. അവ വീണ്ടും തുടങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. മറ്റുള്ളവർ പലരും നിങ്ങളെ ഇതിനാൽ കുറ്റപ്പെടുത്തുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾ വരുത്തിവെച്ച നഷ്ടം നിങ്ങൾ തന്നെ നികത്തും എന്നും ഇവിടെ കാണുവാൻ സാധിക്കുന്നതാകുന്നു. നിങ്ങൾക്ക് ആ സംരംഭം, ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിട്ടുകളയാൻ ഇപ്പോൾ മനസ്സില്ല എന്നും കാണുന്നു. അതിനാൽ ഒരു പുതിയ തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. സന്തോഷിക്കുന്ന രീതിയിൽ സാഹചര്യങ്ങൾ നിങ്ങൾക്കായി ഒരുങ്ങുന്നു എന്നും ദേവി നിങ്ങളോട് പരാമർശിക്കുന്നതാകുന്നു. അതേപോലെ തന്നെ എന്ത് നഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നാലും അത്രയും കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോവുകയോ ഒരുപക്ഷെ അത് അനുകൂലമായ വിലപിടിപ്പേറിയ മറ്റു വസ്തുക്കൾ ലഭിക്കുന്നതിന് ആകുവാനുള്ള സാധ്യതകളുമാകാം. അതേപോലെ വിലപിടിപ്പേറിയ ചില വസ്തുക്കൾ നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. അത് നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. അതിനായി അല്പം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ദേവി അപ്രകാരമാണ് നിങ്ങളോട് പരാമർശിക്കുന്നത് എന്നുള്ളതാകുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. അതായത് ഇതിൽ നിങ്ങൾക്ക് ദേവി നൽകിയിരിക്കുന്നതായ സന്ദേശങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള ആ കാര്യങ്ങൾ, അമ്മ നൽകിയതായ ആ സന്ദേശങ്ങൾ തീർച്ചയായും നിങ്ങൾ ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നിത്യവും അമ്മയെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക. അമ്മയിൽ പൂർണ്ണ വിശ്വാസം നിങ്ങൾ അർപ്പിക്കുക.